എവിടെയല്ല നമ്മളെ എന്തായിരുന്നു പാറശ്ശേരി എന്താണ് ബീരാൻ സാഹിബാ നാലകത്ത് ബീരാൻ സാഹിബ് എന്ന് പറഞ്ഞ അത് ഏതോ ഒരു റോഡ്. എന്തായാലും ആ റോഡിൽ കൂടെ വന്നൊരു കവർ എടുത്തോളിട്ടോ. ഇവിടുന്നാണ്ട് പോകുമ്പോ കുറെ മാങ്ങയുടെ വീണെടുക്കും. അപ്പൊ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മള് ശരിക്കണമൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളൊരു പൊത്തില് കിടക്കുകയാണ്. പൊത്തില് കിടക്കുന്നത് നല്ല എന്താ പറയാ ചില്ലറക്കാരനൊന്നല്ല, നല്ല കിഡിലെ ഒരു വെള്ളിക്കെട്ടനാണ്. വെള്ളിക്കെട്ടനെ പിടിച്ചിട്ട് കുറച്ചായിരുന്നു നമ്മള്. അണലിനെ കിട്ടാറുണ്ട്, അതേപോലെ തന്നെ സ്ഥിരമായിട്ട് മൂർക്കനാണ്. വെള്ളിക്കെട്ടനെ ഒരുപാടായി കിട്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ആരെ വീടായിരുന്നു? ചേച്ചിയാണ് നമുക്ക് വെള്ളിക്കെട്ടൻ തന്നിക്കണേ. എന്തായാലും നമ്മൾ തമാശയൊക്കെ പറയുന്നത് സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പെരേന്ന് ചവിട്ടി പുറത്താക്കാറായി. 11:38. അപ്പോൾ ഇവര് അത്രയും ടെൻഷനായിട്ട് ഞാൻ ഈ ടൈമിൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ ഒന്ന് വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉറക്കം മാത്രമേ ആവുള്ളൂ. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ട് ഉറങ്ങാം. അപ്പോൾ അതൊന്നുമല്ല, പിന്നെ ഒരു എന്താ പറയുക, നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഉറങ്ങിയാലില്ലെങ്കിൽ. നമുക്ക് എന്തായാലേ എന്നാലും ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇത്, കാരണം നമ്മൾ പോയാൽ അത്രയും സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വന്നത്. അപ്പോൾ വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെള്ളിക്കെട്ടനാണ് അവിടെ കിടക്കുന്നുണ്ട്. ആൾക്കാരവിടെ നോക്കി നിൽക്കുന്നുണ്ട്. പോയിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇര ഒഴുകിയിട്ടാണോ കിടക്കണമെന്ന് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല നായേ അല്ലെങ്കിൽ പൂച്ചനൊക്കെ കണ്ട് അവരായിട്ട് അങ്ങനെ എങ്ങനെയെങ്കിലും വന്ന് കിടന്നതാവും. എന്തായാലും ഇത്രയും നേരമായിട്ട് ആൾ പുറത്തേക്ക് പോയിട്ടില്ല. അവിടെ ആള് സേഫാണ്. നമ്മൾക്ക് ആർക്കും ഒരു ആപത്ത് വരാത്ത രീതി നമ്മൾ ഇത്രയും തമാശ പറഞ്ഞതെന്ന് വെച്ചാൽ ഉപരാൾ സേഫാണ്. പക്ക ഡേഞ്ചർ സാധനമാണ്. കാരണം പെട്ടെന്ന് ചാടി കരിക്കുന്ന സാധനമാണ്. അണലിനെ പോലെയാണ്. പെട്ടെന്നൊരു ചാട്ടാണ് ഉപരി. സാധാ മുറുക്കൻ്റെ കാര്യമൊന്നും ഇങ്ങനെ നിന്നിരുന്നില്ല. അപ്പോൾ തുള്ളി കളിക്കുന്ന കുട്ടപ്പനെ നമുക്ക് പിടിച്ച് ബാഗിലാക്കല. അപ്പോൾ ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്ത് ബാഗിലാക്കിയിട്ട് ബാക്കി സംസാരിക്കാം. സെറ്റല്ലേ? ഇപ്പുറത്തുകൂടെ പോര്. അപ്പുറത്തുകൂടെ കൂട്ടിനപ്പുറത്തുകൂടെ. ഓ ഗായ്സ്, അവിടെ മുള്ളുണ്ട് കേട്ടോ ചേച്ചി. ഇതാണ് സാധനം, കണ്ടില്ലേ? ഒന്ന് സാധനം ഡേഞ്ചർ പാമ്പാണ്. ഏതാണ് സാധനം? വെള്ളിക്കെട്ടനാണ് അല്ലേ? ആ കണ്ട് ഞാനേ ഒന്ന് ശ്രദ്ധിക്കട്ടാ. നമുക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റൂല, പാമ്പിനെ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റൂ. ആ മുള്ളു ശ്രദ്ധിക്കട്ടെ. മുള്ളു ഞാൻ ശ്രദ്ധിച്ചു. എന്താ വെച്ചാല് നമുക്ക് ഈ ഓടൊക്കെ ഒന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചാണ്. ഓട് നീക്കണോ? ചെറിയ എടാ നിങ്ങള് ഇങ്ങോട്ട് വരികടാ. വെച്ചാലേ ആ പാമ്പ് അങ്ങോട്ട് പോവാന്നുണ്ടെങ്കിൽ എനിക്ക് ഓടാൻ ആ ഓട് തടഞ്ഞിട്ട് ഇതാവും. അപ്പൊ അതുകൊണ്ട് ഈ ഓടൊക്കെ ഇങ്ങോട്ട് നീക്കി തരും. നിങ്ങൾ ഓടാൻ പാടില്ലല്ലോ. പൂച്ചടിച്ചതാണ്. ഞാൻ സെറ്റാണ്. സൂക്ഷിച്ച് പിടിക്കിട്ടോ. മറക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ വന്ന വഴിയൊക്കെ മറന്നല്ലോ. ലൈറ്റ് അങ്ങോട്ട് ശ്രീയ വെളിച്ചപ്പാടല്ല, വെളിച്ചക്കാരനാണ്. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുമ്പേ കടിക്കണ്ട്. അതിന് മട അറിയില്ല തോന്നുന്നു.
പറഞ്ഞില്ലേ അള്ളാനെ വിളിക്കാൻ എന്റെ മൂട്ടിൽ നിക്കണ്ടല്ലോ. ഓരോ കേക്ക് ശ്രദ്ധിക്കണല്ലേ. ഇതെങ്ങനെ കാണും? ഇങ്ങനത്തെ പാമ്പിന് അധികം കാണണമെന്നില്ല ഇവിടെ. ഇത് അണഞ്ഞൊക്കെ കുറവാണ്. ഇത് പാർക്കുന്ന സാധനം ആ ഇത് നല്ല രസം ഉണ്ടാവും കേട്ടോ കടിച്ചാല്. ഇത് നിങ്ങൾ എവിടെ കളയല്? തൽക്കാലം ഇവിടെ കളഞ്ഞിക്കണ അന്നെ പേടിച്ചിട്ടാ ഞാൻ അതിന്റെ ഉള്ളിൽ ഇട്ടേ അറിയോ. കാണില്ല അപ്പോഴേ എന്തായാലും എന്താ പറയാ ഈ നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഉറങ്ങുന്ന ടൈം അല്ലേ. ഞാൻ ഉറങ്ങാൻ കുളിച്ച് കിടക്കാൻ പോകേണ്ട ടൈമിലായിരുന്നു. എന്തായാലും നമ്മള് എത്രയും പെട്ടെന്ന് വന്ന് ആളെ റെസ്ക്യൂ ചെയ്ത്, അതായത് കുഴപ്പമില്ലാത്ത രീതിയിൽ, ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തു. കിടിലൻ സാധനമാണ് എന്നും പറഞ്ഞാൽ മൂർഖനല്ല. എന്നും എല്ലാവരും ചോദിക്കലുണ്ട് മൂർഖനാണോ എന്നും. അതിന്റെ കണ്ണാണ്ട് പൊട്ടിച്ചാൽ അതിന്റെ കണ്ണ് പൊട്ടിച്ചാൽ. അപ്പൊ മൂർഖനൊന്നല്ല, നല്ല അസൽ വെള്ളിക്കെട്ടനാണ്. അതായത് നമ്മളിവിടെ 8 അടി മൂർഖൻ എന്നൊക്കെ പറയും. 7 അടി നടന്നിട്ട് ബാക്കി ഓട്ടോറിക്ഷ വിളിച്ചു പോകാൻ പറയുന്ന ആ സാധനമാണ്. ഡേഞ്ചർ സാധനമാണ്. രാജവെമ്പാലിനേക്കാൾ വിഷത്തിന് പവർ കൂടിയ സാധനമാണ്. രാജവെമ്പാല ml കണക്കിന് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ചങ്ങായി അങ്ങനെ ഒന്നുമില്ല. ഈ മൈന്യൂട്ടായ ഒരു പല്ലാണ്. അത് ചെറുതായിട്ടൊന്ന് വേണേൽ ഇഞ്ചെക്ട് ചെയ്യുള്ളൂ. പക്ഷെ അത് ഡേഞ്ചറാണ്. എന്തായാലും ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ, പാമ്പിനോ എനിക്കോ അല്ലെങ്കിൽ ഇവിടെ കൂടിയിരുന്ന ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പറയണ്ട? താങ്ക് യു. നന്ദി രേഖപ്പെടുത്തുന്നു ചേച്ചി. ഈ രാത്രി വന്നതിന്, ഒന്ന് വിളിച്ചപ്പോഴേക്കും നിങ്ങൾ ഓടി വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു. ഒന്ന് കൈയടിക്കടോ എല്ലാരും. കൈയടിക്കട. വെരി ഗുഡ്. ദാക്ഷയ് താങ്ക് യു. അതില് ശ്രീയ ആരാ വിളിച്ചേ? എന്നാ പറയാ. ഈ സമയത്ത് ചേച്ചിക്ക് എല്ലാ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. എന്തെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക. ഇങ്ങനെ ഈ പാതിരാത്രിക്ക് ഒന്നും വിളിക്കാതിരിക്കുക. ആർക്ക് കണ്ടാലും ഞാൻ വന്നാലും പിടിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല. ആർക്കും ഒരു ആപത്ത് സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുള്ള ഒരു കോളൊന്നും വരാതിരിക്കട്ടെ. കാരണം ഇതിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയൂല. നമ്മൾ അറിയാതെ നമ്മൾക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും സന്തോഷം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക.